ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബ് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജിദ ഷാജി. അപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്തേക്കുന്നത് അവർക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം കൂടിയിട്ടുണ്ടെന്നാണ്. അപ്പം ഞാൻ അതിനൊന്നും സംസാരിക്കാൻ പോയിട്ടില്ല. പിന്നെ അവരൊരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അതിന് കുറ്റം പറയാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്നലെ അവരുടെ ഒരു നാത്തൂൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഒരു വോയിസ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായി. അപ്പോൾ ആ വോയിസ് എടുത്ത് പ്രതികരിച്ചിട്ട് ഇന്നലെ ഷാജിദ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പം നാത്തൂനുമായി നേരത്തെ ആയിരുന്ന നാത്തൂന് അവരെന്തെങ്കിലും വിളിച്ച് പറഞ്ഞു എന്ന് വെച്ചിട്ട് അവരുടെ മകൾ എങ്ങനെയുള്ള കുട്ടിയോ ആയിക്കൊള്ളട്ടെ, ആ മകളെക്കുറിച്ച് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ശരിയായ കുട്ടി സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിപ്പിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നാത്തൂനും തമ്മിലുള്ള പ്രശ്നത്തിൽ ആ കുട്ടിയുടെ പേര് കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങളെ നാത്തൂനെ കുറിച്ച് മാത്രം, അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് അവരെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് നേരെ അവരുടെ മകളെ പറ്റിയും മകളുടെ പ്രണയത്തെ പറ്റിയും പ്രശ്നത്തെ പറ്റിയൊക്കെ ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആർക്കാണ് ഗർഭം ഉണ്ടായതെന്ന് അറിയാമെന്നും എന്തൊക്കെയോ എന്നുവെച്ചാൽ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഒരു വിവരമില്ലായ്മയുടെ ഒരു എല്ലാ ഘടകങ്ങളും അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കുറ്റമായിട്ടൊന്നുമല്ല പറയുന്നത്. കാരണം നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിന് ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു മകളെ അവരുടെ മക്കളെയൊന്നും ഇതിൽ വലിച്ചിട്ട് പബ്ലിക്കായിട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അവിടെ ഇറങ്ങി ഇവിടെ ഇതിൽ പറയേണ്ട, ഈ പ്ലാറ്റ്ഫോമിലിരുന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അത് നിങ്ങളെ ചോദ്യം ചെയ്തതുകൊണ്ട് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതായിരിക്കാം. എന്നാൽ പോലും അങ്ങനെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട്, കാരണം ആ നാത്തൂനെ എടി 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 എന്ന് വിളിച്ച് സംബോധന ചെയ്തുകൊണ്ടാണ് ആ വീഡിയോയിൽ അവസാനം, കാരണം അത്രയ്ക്ക് ആള് ദേഷ്യത്തിൽ നിൽക്കുവാണ്. എന്നിട്ട് അവസാനം പറയുന്നത് നമ്മളെ മുമ്പത്തെ വീഡിയോയിലും മുമ്പത്തെ വീഡിയോസിലും ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് എന്താണ്, എൻ്റെയൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെ നോക്കി, എന്നെ പൊന്നുപോലെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഇട്ട വീഡിയോയിൽ അവസാന ഘട്ടത്തിൽ ആ നാത്തൂനോടുള്ള ദേഷ്യത്തിന് ഷാജിദ പറയുന്ന ഒരു മറുപടിയുണ്ട്. എൻ്റെ സഹോദരൻ്റെ കൂടെ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടിയടി എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമുക്ക് ആ പോർഷൻ ഒന്ന് കൈ മുറിച്ചത് എന്റെ ഉമ്മാന്റെ കൈയല്ല, എന്റെ കൈയിടി, എന്റെ മാനസികമായിട്ട് നീ തകർത്തപ്പോ കൈ മുറിച്ചത് ഞാൻ മുറിച്ചത് എന്റെ കൈ. ഞാൻ ജീവിതം നിന്റെ ആങ്ങളുടെ കൂടെ 10-15 കൊല്ലം കുപ്പ കൊട്ടിയിട്ട് എന്റെ ജീവിതം ഒന്നൊന്നും എവിടെ എത്തിയിട്ടില്ല. നിന്റെ ആങ്ങൾ എനിക്ക് എന്താ പറയാ തിന്നാനും ബാക്കിയുള്ളതാണ്. നിന്റെ ആങ്ങൾ നീ പറയല്ലോ എനിക്ക് ദൂർത്തടിയാണ് ബാക്കിയുള്ളതാണ്. എടി നിന്റെ ആങ്ങളെ ഞങ്ങളെ ഈ തെരുവില് നിർത്തിയിട്ടാണ് പോയത്. തെരുവില് നിർത്തിയിട്ടാണ് നിന്റെ ആങ്ങളെ പോയത്. എന്റെ കാമുകന് എന്റെ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടെങ്കിൽ നിന്റെ ആങ്ങളെ എന്തോന്നൊരു വെളിപ്പെടുത്തിയില്ല, പുറത്ത് എന്തോന്ന് കൊടുന്നില്ലടി എനിക്ക് അങ്ങനത്തെ ഒരു കാമുക ഉണ്ടെങ്കിൽ. എന്നിട്ട് നീ പറയണ ഞാൻ കാമുകന്റെ കൂടെ ഒളിച്ചോടി ബാക്കിയുള്ള. അപ്പൊ നിങ്ങൾ ഈ സംസാരിച്ചത് കേട്ടല്ലോ. കാരണം നമുക്കിപ്പോൾ അവരെ കാര്യം സംസാരിക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല, ഇടപെടേണ്ട ആവശ്യമില്ല. അവർക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടം. പക്ഷേ ഇത്രയും വീഡിയോസിൽ അവരുടെ ഹസ്ബൻഡിനെ അവർ അത്രയും നല്ല രീതിയിൽ പറഞ്ഞിട്ട് ഇന്നലത്തെ ആ നാത്തൂൻ്റെ അടുത്തുള്ള ആ ദേഷ്യത്തിലുള്ള ആ മറുപടി കൊടുക്കുന്ന സമയത്ത് ഷാജിദ ചെയ്ത വലിയൊരു തെറ്റാണ്. അത്രയും മോശമായിട്ടുള്ള രീതിയിൽ തൻ്റെ നേരത്തെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് പോലെ ആയിപ്പോയില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സംസാരത്തിൽ എന്താണ്, ഷാജിദയുടെ ഈ സംസാരത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? ഞാൻ എന്തായിരുന്നാലും യോജിക്കുന്നില്ല. ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ പറയാമെന്ന് വെച്ചാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താ നിങ്ങളുടെ ഈ കമൻറ്റ്, ഈ
ഷാജിദ ആ വീഡിയോയിൽ അവസാനം പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അപ്പം നേരത്തെ മുന്നേ ഒരു കാര്യം ഷാജിദ പറഞ്ഞു ഇൻ്റർവ്യൂസിൽ, ഇപ്പോൾ ആ നാത്തൂൻ്റെ അടുത്തുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹോദരൻ്റെ കൂടെ എത്ര കൊല്ലം ജീവിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവിടെ ഇത്രയും നാളും മറ്റുള്ളവർ സഹതാപം കാണിച്ചതിൽ അല്ലെങ്കിൽ ഒരു ഭർത്താവ് മരിച്ച് ഇത്രയും വിഷമത അനുഭവം, അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ദിവസം ആ ഭർത്താവിനൊരു വിലയില്ലാതാക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.